ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ആശംസ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ള മുൻ മന്ത്രിയും തിരുവനന്തപുരം MLA-യുമായ ശ്രീ ആന്റണി രാജു അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡയറക്ട് സെല്ലിംഗ് മാർഗരേഖയുടെ പ്രകാശനവും വെബ്പോർട്ടിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ, ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി എൻ്റെ ബഹുമാനായ സുഹൃത്ത് ശ്രീ GR അനിൽ, ഡെപ്യൂട്ടി മേയർ ശ്രീ PK രാജു ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു നൂതനമായ സംരംഭത്തിനാണ്, അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിനാണ് നാം എല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. കേരളത്തിൽ ലോകത്തെമ്പാടും ഓൺലൈൻ വ്യാപാര മേഖലയൊക്കെ സജീവമാകുന്നതിന് മുമ്പ് തന്നെ നേരിട്ട് ജനങ്ങളുമായി ആശയവിനിമയം നടത്തി വ്യാപാര ശൃംഖലയെ വികസിപ്പിച്ചെടുത്ത ഒരു സമൂഹമാണ് ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം നേരിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം തന്നെ അറിയാം. ഒരു കാര്യം മാത്രമേ പറയാൻ ഞാൻ ആഗ്രഹിക്കൂ. ഇന്നലെ വരെ നിങ്ങൾക്കൊരു നാഥനില്ലായിരുന്നു. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ നിങ്ങളെയാകെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. സംസ്ഥാന ഗവൺമെൻറ് ചട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുകയും ജനങ്ങളുടെ ഇടയിൽ ഈ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് സജീവമായി സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു പദ്ധതിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ നിങ്ങൾ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഡയറക്റ്റ് സെല്ലിംഗ് ഏജന്റന്മാരായി മാറുന്ന സുദിനമാണ് ഇന്ന്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഗവൺമെന്റ് ഒരു അംഗീകാരത്തോടുകൂടി നിർഭയമായി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖലയാക്കി ഇതിനെ മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ളൊരു ചെറിയ കാര്യമല്ല. വ്യാജ കാർഡുകളും വ്യാജ കാര്യങ്ങളുമൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു പോകുന്നവർക്ക് ഇനി അങ്ങനെ അനായാസം കടന്നു ചെല്ലാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സ്വാഭാവികമായിട്ടും ചട്ടങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഈ മേഖലയിൽ അംഗീകാരത്തോടെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ഒരു ഐഡന്റിറ്റി ഉണ്ടാകും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല കമ്പനികളുടെയും പേരിൽ വരുന്ന ആളുകളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്കും അറിയില്ല. പക്ഷേ ഗവൺമെന്റിന്റെ മുദ്രണത്തോടു കൂടിയുള്ള അംഗീകൃതമായ ഒരു ആളുകളായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ജനങ്ങൾക്ക് സുരക്ഷിത ബോധത്തോടെ പ്രവർത്തിക്കാനും കഴിയും. ഏതായാലും ഈ മേഖലയിൽ ഉള്ളവരെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ചരടിലെ മുത്തുമണികളെ പോലെ കോർത്തിണക്കിക്കൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം നൽകാൻ നേതൃത്വം കൊടുത്ത സംസ്ഥാന ഗവൺമെന്റ് പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ഭക്ഷ്യ വിതരണ വകുപ്പ് മന്ത്രിയെ ശ്രീ GR അനിലിനെ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. സമയബന്ധിതമായി ചട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം തന്നിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ പല കൈവഴികളായി പല മേഖലകളിൽ പലരുടെയും ഒരു സഹായത്തോടെ മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇന്ന് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്നവരായി നിങ്ങൾ മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത്രയും സംഘടിതമായ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അതിവിദൂര ഭാവിയിൽ നിങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ക്ഷേമനിധിയുടെ ഭാഗമായി വീണ്ടും മാറാൻ കഴിയും എന്നുകൂടിയുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് ഇന്ന് ഈ സമ്മേളന വേദിയിൽ നിന്ന് പോകാൻ കഴിയും. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടങ്ങലാണ്. നിങ്ങൾ 4 മണി മുതൽ ഇവിടെ കാത്തിരിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാനുമൊക്കെ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുത്ത് തീരാൻ വൈകിയതുകൊണ്ടാണ് ഇവിടെ എത്താൻ ഞങ്ങൾക്ക് വൈകിയത്. അതിൻ്റെ അല്ലാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാധാരണ കൃത്യസമയത്ത് എത്തുന്ന ആളാണ്. പക്ഷേ LDF-ന്റെ യോഗം അല്പം വൈകിയത് കൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിനും വൈകിയത്. പക്ഷേ ആ സമയം വരെ നിങ്ങളെല്ലാം അക്ഷമരായി ഇവിടെ കാത്തിരുന്നു എന്നുള്ളത് തന്നെ
നിങ്ങളുടെ ജോലിയോട് നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഇത്രയും സമയം ഇങ്ങനെ ഈ പരിപാടികളിൽ അസ്വസ്ഥരാകാതെ കാത്തിരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇനിയും കൂടുതൽ സമയമെടുത്താൽ നിങ്ങളെല്ലാം മടങ്ങിപ്പോകുന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഡയറക്ട് സെല്ലിംഗ് മാർഗരേഖ പ്രകാശന പരിപാടിയിലും വെബ് പോർട്ടൽ ഉദ്ഘാടന വേളയിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത സിവിൽ സപ്ലൈസ് മന്ത്രിയും ഗവൺമെന്റിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെയെല്ലാം ഇതുവരെ സംഘടിതരായി ചിറകിൻ കീഴിൽ ഒതുക്കി നിർത്തിയിരുന്ന നിങ്ങളെ കൊണ്ടു നടന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.